യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും ചീരയും തോരനാണ്. അപ്പൊ ഇവിടെ പരിപ്പ് ഉണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ അനിയനും അതായത് ടുട്ടുമായിട്ട് ഞങ്ങൾ പരിപ്പ് മേടിക്കാൻ പോയി തിരിച്ചു വന്ന് പിന്നെ നമ്മള് ചീര ഇവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ പറമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ ആ ചീര ഒന്ന് പറിക്കാൻ പോയിട്ട് വരാം. അതായത് നമുക്ക് ഉണ്ടാക്കാൻ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മൾ വീട്ടിൽ ഉണ്ടായ ചീര, അതായത് ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടായ ചീരയാണ്. ഞാൻ പറിക്കാനൊക്കെ പോയതാണ്. ഇവിടെ ഒരാള് വന്ന് ചീരയൊക്കെ പറിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് നേരെ കറി വെക്കുന്നതിലേക്ക് പോകാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മളുടെ ഇലയും തണ്ടൊക്കെ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ആയിട്ടാണ് നമ്മളിവിടെ ഇലയും തണ്ടൊക്കെ അരിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിത് പരിപ്പിൻ്റെ കൂടെ വേവിക്കണം. അപ്പോൾ നമ്മൾ തണ്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം, കുക്കിംഗ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ പരിപ്പ് വെള്ളം കഴുകി വേവിച്ചിട്ട് വെള്ളം അറ്റുന്ന വരെ നമ്മൾ അതിങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇത്തിരി തണ്ട്, ഈ ചീരയുടെ തണ്ടാണ് ഇടുന്നത്. ഇല നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു തേങ്ങ ചിരണ്ടുമാണ് നമ്മളിവിടെ. ഓക്കെ, നമ്മൾ നേരത്തെ കാണിച്ചു തേങ്ങ ഇവിടെ ചിരണ്ടുണ്ടെന്ന്. അപ്പം നമ്മൾ ഇത്തിരി ശകലം മഞ്ഞപ്പൊടി ആ തേങ്ങ ചിരണ്ടയിലേക്ക് ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ജീരകം ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജീരകം ഇട്ടു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് പച്ചമുളകാണ്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം. പക്ഷെ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഇവിടെ. അതിനുശേഷം നമ്മൾ ഇത്തിരി കറിവേപ്പിലാണ് ഇടുന്നത്. കറിവേപ്പിലാണ് ഇടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് ചെറിയൊരു ഇതാക്കാം. നമ്മൾ 2 തുള്ളി, അതായത് 2 അല്ലി വെളുത്തുള്ളിയാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. അപ്പം ഗൈസ്, ഇവിടെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഞാൻ ഓടി നീങ്ങി നിൽക്കാൻ പോവാ, കാര്യം എനിക്ക് നല്ല പേടിയാണ്. ഇപ്പം നമ്മൾ വേണ്ട. അപ്പം നമ്മളിവിടെ കടുകിടാൻ പോവാണ്. അമ്മച്ചക്ക് പേടിയായതുകൊണ്ട് അമ്മച്ചമ്മക്ക് എപ്പോഴും മുഖം കിട്ടാൻ പാടില്ല. അതാ ഇതെന്തൊന്നും വരാത്ത ഒരു കുഴപ്പമില്ലേ. എണ്ണയൊക്കെ പൊട്ടാ. അപ്പൊ കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽ മുളകും കറിവേപ്പില ഇടും. വറ്റൽ മുളകും കറിവേപ്പിലാണ് ഇടുക. നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച തേങ്ങ, നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു വെച്ചിരുന്ന അത് ഗ്രൈൻഡ് ചെയ്യുമെന്ന് പറഞ്ഞത് നമ്മളിവിടെ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഇളക്കുവാണ് നമ്മളത്. കുറച്ച് നേരം ഒന്ന് ഇളക്കണം. അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇളക്കുന്നത് നിർത്താം. നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിവിടെ നേരത്തെ ചീരയുടെ ഇലയാണ് ഇടുന്നത്. അപ്പം അത് ഇട്ടേരം അവിടെ ഇരുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിടി വെച്ചിട്ട് ഇളക്കാവുന്നതാണ്. കാര്യം ഇല്ലെങ്കിൽ ചില ചീനച്ചട്ടികളിലും നമ്മളിത് ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും ഇത് കിടന്നിങ്ങനെ ആടാൻ തുടങ്ങും. അപ്പം അത് വരാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പിടി എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇളക്കാവുന്നതാണ്. നല്ലൊരു മണം വരുന്നുണ്ട്.
പിന്നെ നമ്മൾ നേരത്തെ വെച്ച പരിപ്പും നമ്മൾ അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. എൻ്റെ അമ്മച്ചമ്മ ആയതുകൊണ്ട് പറയുമല്ല, നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്, നല്ല മണവും വരാറുണ്ട്. നമ്മൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഏത് സമയത്ത് ചേർക്കുന്നു, എത്ര ചേർക്കുന്നുള്ളതല്ല, അതും ടേസ്റ്റിൻ്റെ ഭാഗമായിട്ട് പോകും. ഏത് സമയത്ത് ചേർക്കുന്നു അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പെടും. അപ്പോൾ നമ്മളത് എല്ലാം കൂട്ടി മിക്സ് ചെയ്ത് ഇളക്കുവാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ചീരത്തോരൻ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നു. അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചീരത്തോരൻ. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ള അവസ്ഥ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഇവിടെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ആ ഒരു നല്ല അവസ്ഥ. അതിൻ്റെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, പുകയൊക്കെ വരുന്നുണ്ട്, അതായത് ആവിയൊക്കെ വരുന്നുണ്ട്, നല്ല മണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് അനുഭവം എങ്ങനെയാണ്, നിങ്ങളിത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ്, അതൊക്കെ നിങ്ങളെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ടാറ്റാ. പിന്നെ ഒരു ലൈക്കും ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക്.